ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ ഇന്ന് 6ാം ദിനമാണ്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെരച്ചിൽ ഏതു സമയത്തും നിർത്തിവച്ചേക്കാം എന്നൊരു ആശങ്കയുണ്ട്. ഉത്തര കന്നഡയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മാർക്ക് 3 കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധനയുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനാണ്. ജിതിൻ, കേൾക്കാമെങ്കിൽ താങ്കൾ ഇപ്പോൾ ഷിരൂരിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ അവിടെ എന്താണ് അവസ്ഥ? പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ മണിക്കൂറിൽ? നിലവിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു ഭാഗത്തിന് ഹൂക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഏത് തരത്തിലാണ് അത് പൊക്കുന്നതെല്ലാം പറയാനുണ്ട്. വെയിറ്റ് ചെയ്യുകയാണല്ലേ. അതായത് ഈ എന്താണ്, ലോറിക്ക് സമാനമായ ഭാരമുള്ള എന്തോന്ന് അതിലുണ്ടെന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ടല്ലേ? അതെ, സൂചന മാത്രമാണ്. അത് എന്താണെന്നുള്ളത് ഞങ്ങളോട് ഔദ്യോഗികമായിട്ട് ആരും പങ്കുവച്ചിട്ടില്ല ഇതുവരെ. അത് അർജുന്റെ ലോറി ആവാൻ ഒരു സാധ്യത ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉണ്ടാകാം. പക്ഷെ നമുക്ക് പറയാതെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലാണെന്ന് നമുക്ക് അതാ പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് നമ്മളോടൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. തീർച്ചയായും ഇതിനകത്ത് ഭാരമേറിയ ഒരു വസ്തുവിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയ്ക്കടിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് അർജുന്റെ ലോറി ആവാതിരിക്കാനും സാധ്യതകൾ ഏറെയാണ്. നിലവിലിപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ ജിതിൻ അവിടെ? ഇല്ലല്ല, ഇന്ന് ഇതുവരെ മഴ പെയ്തിട്ടില്ല. അനുകൂലമായ കാലാവസ്ഥയാണ് തെരച്ചിലിന്. അതെ അതെ, ഇതുവരെ മഴ പെയ്തിട്ടില്ല. അനുകൂലം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ തെരച്ചിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇന്നലെ എല്ലാം 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. വേറെ നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും നിലവിലൂടെ കാണുന്നില്ല. ശരി, നന്ദി ജിതിൻ. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കം ഉള്ള 3 പേർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ പുരോഗമിക്കുന്നത്. തെരച്ചിലിനിടെ ഭാരമേറിയ ഒരു വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അർജുന്റെ ആകാതിരിക്കാം എന്നൊരു സൂചന മാത്രമാണത്. അത് എന്താണ് എന്ന് അറിയണമെങ്കിൽ അത് പുറത്തെടുക്കുക തന്നെ വേണം. എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വസ്തു വൈകിട്ടോടെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ദൗത്യസംഘം ഉള്ളത്. ഇപ്പോൾ കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ ഉത്തര കന്നഡ ജില്ലയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ ദൗത്യത്തിന് അനുകൂലമായി തുടരുകയെന്നാണ് ജിതിനും പറയുന്നത്.